PM-ശ്രീ പദ്ധതിയുടെ പേരിൽ UDF സർക്കാരും നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി നടത്തുന്നത് ജനങ്ങളെയും സ്വന്തം അണികളെയും ഒരുപോലെ വഞ്ചിക്കുന്ന നഗ്നമായ രാഷ്ട്രീയ ഇരട്ടത്താപ്പാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാർ അജണ്ടകൾക്ക് പണയം വയ്ക്കുവാനുള്ള ഈ നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. മുസ്ലിം ലീഗിന്റെയും അഭിപ്രായം ഇക്കാര്യത്തെ അറിയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ PM-ശ്രീ പദ്ധതി അധികാരത്തിൽ വന്നാൽ അറബിക്കടലിൽ എറിയുമെന്ന് വീമ്പിളക്കിയ UDF നേതാക്കൾ ഇപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമടക്കി വിലക്കം പറയുകയാണ്. മുസ്ലിം ലീഗിനെ കൊണ്ട് തന്നെ ഞങ്ങൾ PM-ശ്രീ പദ്ധതി നടപ്പിലാക്കിപ്പിക്കും എന്ന് മുൻ BJP നേതാവ് സുരേന്ദ്രന്റെ പ്രഖ്യാപനം നടപ്പിലാക്കിയിരിക്കുകയാണ്. മുൻപ് LDF സർക്കാരിനെതിരെ പോരാടാൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അയച്ച കത്തുകളൊക്കെ കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ PM-ശ്രീ നടപ്പിലാക്കുവാൻ ഉപസമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. ദേശീയാടിസ്ഥാനത്തിൽ NEP-യും അതുപോലെ PM-ശ്രീ നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരുടെ അഭിപ്രായം അറിയുവാൻ ആഗ്രഹമുണ്ട്. കേരളത്തിന് അർഹതപ്പെട്ട ഫണ്ട് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF സർക്കാർ പ്രാരംഭ നടപടികൾ സ്വീകരിച്ചത്. എന്നാൽ കേന്ദ്രം സ്വന്തം നയങ്ങൾ അടിച്ചേൽപ്പിക്കുവാൻ ശാഠ്യം പിടിക്കുകയും കേരളത്തിന്റെ അവകാശങ്ങൾ തടയുകയും ചെയ്തപ്പോൾ പദ്ധതിയുടെ അപകടം തിരിച്ചറിഞ്ഞ് ധാരണാപത്രം മരവിപ്പിക്കുവാൻ ആർജവം കാണിച്ചത് LDF സർക്കാരാണ്. UDF യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് PM-ശ്രീ നടപ്പിലാക്കാൻ സമ്മതം മൂടിയ മുസ്ലിം ലീഗ് നേതൃത്വം സ്വന്തം അണികളെ പിന്നിൽ നിന്ന് കുത്തുകയാണ് ചെയ്തത്. ഈ വഞ്ചന കാരണം സാധാരണക്കാരായിട്ടുള്ള ലീഗ് പ്രവർത്തകർ സമൂഹത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ നടത്താൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ്. ഇതിന്റെ കടുത്ത രാഷ്ട്രീയ പ്രത്യാഘാതം അനുഭവം കൊണ്ട് ലീഗ് തിരിച്ചറിയും. പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിലും സംസ്ഥാനങ്ങൾക്കുള്ള വിദ്യാഭ്യാസ ഫണ്ടുകൾ തടയില്ലെന്ന് പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ തന്നെ രേഖാമൂലം വ്യക്തമാക്കിയിട്ടുണ്ട്. ഫണ്ട് തടസ്സപ്പെടില്ലെന്ന് വ്യക്തമാക്കിയിട്ടും കേന്ദ്രത്തെ പ്രീതിപ്പെടുത്തുവാനും പൊതുവിദ്യാഭ്യാസത്തെ നാഗപ്പൂർ അജണ്ടകൾക്ക് വിട്ടുനൽകുവാനും UDF കാണിക്കുന്ന തിടക്കം ഭയാനകമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ പേരിൽ വ്യാജ പ്രചരണം നടത്തി ജനങ്ങളെ പറ്റിക്കുന്നത് UDF അവസാനിപ്പിക്കണം. കേരളത്തിന്റെ മതേതര പാഠ്യപദ്ധതിയെ തകർക്കുവാനുള്ള ഈ നീക്കത്തിൽ നിന്ന് UDF സർക്കാർ അടിയന്തരമായി പിന്മാറണം. PM-ശ്രീ പദ്ധതി സംബന്ധിച്ച മുൻ LDF സർക്കാരിനെതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ സംബന്ധിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുവാൻ നിയമവിദഗ്ധരുമായി ആലോചിക്കും. PM-ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുവാൻ കഴിയില്ല എന്ന മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും പറയുന്നത് സത്യവിരുദ്ധമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി തെളിവുകൾ രേഖാമൂലം തന്നെ ഞങ്ങൾ പല വട്ടം പത്രക്കാരുടെ മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഒന്ന്, LDF സർക്കാരിന്റെ ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടില്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ട്, കഴിഞ്ഞ ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പ് അംഗീകരിച്ചിട്ടില്ല. മൂന്ന്, ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം അതിൽ നിന്ന് താൽക്കാലികമായി പിന്മാറി. ഭരണഘടന 299 പ്രകാരം ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കരാറുകൾക്ക് നിയമസാധുതയില്ല. സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടുള്ള എല്ലാ അഫിഡവിറ്റ് പ്രകാരം
PM ശ്രീയിൽ കേരള ഗവൺമെന്റ് ഒപ്പുവച്ചിട്ടില്ല എന്നുള്ളതാണ്. രാജ്യസഭയിൽ കോൺഗ്രസ് ലീഗ് എംപിമാരുടെ ചോദ്യത്തിന് മറുപടി കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നതാണ്. ഇത് BJPയും കോൺഗ്രസും ലീഗും തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ്. മുസ്ലിം ലീഗിനെ കേന്ദ്ര സർക്കാർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം. ലീഗിനെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭീഷണി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിയുന്നത്. PMC നടപ്പിലാക്കുവാൻ ധാരണയായതോടുകൂടി ലീഗും BJPയുമായി രാഷ്ട്രീയ കൂട്ടുകെട്ടായി കഴിഞ്ഞു. PMC നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 92 കോടി രൂപ വാങ്ങിയത് SSKയുടെ ഫണ്ടാണ്. ഇപ്പോ A ഗ്രേഡ് സ്കൂളുകളിൽ നമ്മൾ A ഗ്രേഡ് എന്ന് കാണുന്ന സ്കൂളുകളാണ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നതെന്ന് കേൾക്കുന്നു. ഒരു കാരണവശാലും അത്തരം സ്കൂളുകളിൽ ഈ ചെറിയ പ്രോജക്റ്റ് നടപ്പിലാക്കേണ്ട കാര്യമില്ല. അത് ആ പ്രദേശത്തെ ജനങ്ങൾ എതിർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.